ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ കറിയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഞണ്ട് കറിയാണ് വെക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഞണ്ട് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കിനി ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്താൽ അതിൻ്റെ കൈയും കാലുകളും എല്ലാം ആയിട്ട് മുറിച്ചെടുത്ത് അതിൻ്റെ മുള്ളുകൾ, വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണം. നമുക്ക് അതിൻ്റെ മുള്ളു പോയിരിക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളയണം. ഇന്ന് പപ്പയാണ് ചെയ്യുന്നത്. പപ്പ ഞങ്ങൾക്ക് ചെയ്ത് തരുമായിരുന്നു. അതിൻ്റെ കൈയും കാലും എല്ലാം ഒടിച്ചൊടിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ മുള്ളു പോലുണ്ട്, അതെല്ലാം വെട്ടിയെടുക്കണം. അമ്പാടിയും കണ്ണനും അത് കട്ട് ചെയ്തതിന് പപ്പയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്, ഞണ്ട് കട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടി. ചുമ്മാ പപ്പായോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, ഇതെന്നാന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മൾ തറയിരുന്ന ഞണ്ട് കട്ട് ചെയ്യുന്നത്. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ വെളിയിലൊക്കെ ഇരുന്ന് നല്ലതായിട്ട് എന്ത് ചെയ്യാം. ഇതിപ്പോൾ അടുക്കള നമ്മൾ കുറച്ച് സ്ഥലത്ത് തറയിരുന്നാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരും വന്നിരിപ്പുണ്ട്. ഇനി നമ്മൾ ഞണ്ടെല്ലാം എല്ലാം വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടിട്ട്, കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, 3-4-5 സവോള എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടിട്ടു. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായത് തക്കാളി വേണം. പിന്നെ അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിന് കരിയാപ്പില അതും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മൾ സവോള വഴറ്റിയെടുക്കുക. ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പ് ഇടുക. അതിലേക്ക് കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഒരു ബ്രൗണിഷ് കളർ ആവുന്നിട്ട് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് ഇളകിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിച്ചാൽ എന്തോ ചെയ്യും. അതിനകത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അതിലോട്ടിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന കരിയാപ്പില എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുടെ നമുക്ക് അതിനകത്തോട്ടിട്ട് ഒരുമിതം വഴന്ന് കഴിഞ്ഞേച്ച് വേണം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമുക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ഇടാം, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മീറ്റ് മസാല ഇടാം. നമുക്ക് നിങ്ങൾക്കൊക്കെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ഇടാം. ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് 2 ടീസ്പൂൺ ഇട്ടത്. എരിവ് കൂട്ടുന്നതനുസരിച്ച് മുളക് പൊടിയും നമുക്കിടുന്ന പൊടികളൊക്കെ ഇടാം കേട്ടോ. പിന്നെ കുറച്ച് ഞണ്ടായി നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊന്ന് പച്ച ചുവ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിക്കാം, ആവശ്യത്തിനുള്ള വെള്ളം. ഓൾറെഡി നമ്മൾ സവോള വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞ് ഉപ്പ് കുറവ് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടാം. നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടെല്ലാം അവിടെ നമുക്ക് അതിനകത്തോട്ടിടാം. അത് കഴിഞ്ഞൊന്ന് തിളച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതെല്ലാം കൂടെ നമുക്ക് എല്ലാകത്തോട്ടാക്കി വെക്കാം. നമുക്ക് അരപ്പുകളെല്ലാം എല്ലാത്തിലും ഒന്ന് പിടിക്കുന്നത് പോലെ വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെക്കണം. കാരണം ഇതിനകത്തെല്ലാം പിടിക്കണ്ടേ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.